കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ വസതിയിൽ പൊതുദർശനം നടക്കുകയാണ്. അവിടെ നിന്നും രാഹുൽജി നാഥ് ചേരുന്നു. രാഹുൽ, പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? സംസ്കാരം എപ്പോഴാണ്? പുനലൂർ നരിക്കലിലുള്ള സാജൻ ജോർജിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. പൊതുദർശനം ആരംഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. 10 മണിയോടുകൂടിയാണ് വീട്ടിലെത്തിക്കുക. ശേഷം തൊട്ടടുത്തുള്ള മാർത്തോമ പള്ളിയിൽ ഏതാണ്ട് 12:30-ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകാരികമായ മുഖങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം സാജൻ ജോർജിനെ സംബന്ധിച്ച് 29 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു തുടങ്ങുകയായിരുന്നു. സ്വകാര്യ അടൂരുള്ള, അതായത് ഈ പുനലൂരിന് സമീപത്തുള്ള പ്രദേശമാണ് അടൂർ ഉള്ള ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അവിടുന്ന് സ്വയം പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറായി ഈ കമ്പനിയിൽ ജോലി തുടങ്ങുന്നു. അങ്ങനെ 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ശമ്പളം വീട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു വീട്ടുകാരെല്ലാവരും. അദ്ദേഹത്തിൻ്റെ സഹോദരി ഓസ്ട്രേലിയയിലായിരുന്നു. അത്തരത്തിൽ ആ സഹോദരി എത്തിയാണ് ഇദ്ദേഹത്തെ കുവൈറ്റിലേക്ക് യാത്രയാക്കിയത്, അതും 1.5 മാസം മുൻപ്. ഈ വിയോഗ വാർത്ത അറിഞ്ഞ് സഹോദരി ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ കഴിഞ്ഞ 2 ദിവസമായി ഈ വിയോഗ വാർത്തയുടെ ആഘാതത്തിലാണ്, ആ സങ്കടത്തിലാണ്. അമ്മയും സഹോദരിയും അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. അവർ വല്ലാതെ കരയുകയാണ്. അദ്ദേഹത്തിന് പിതാവുണ്ട്, സ്നേഹിതരുണ്ട്. ഈ നാടുമായി വളരെയധികം ബന്ധമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നു. അധ്യാപന ജീവിതത്തിനിടെ അവരുടെ വീടുമായും ചുറ്റുപാടുകളുമായും എത്രത്തോളം ചേർന്നിരുന്നു എന്ന് ഇതിൽ നിന്നും, ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവും.